പമ്പയിൽ നിന്നും രാജവെമ്പാലയെ പിടികൂടി. നീലിമല അടിവാരത്ത് കരിക്ക് വിൽക്കുന്ന കടയ്ക്ക് സമീപത്ത് നിന്നാണ് പാമ്പിനെ പിടികൂടിയത്. ദൃശ്യങ്ങളാണ്. സി കെ അഭിലാലുണ്ട്. സി കെ, പമ്പയിൽ ആ മേഖലയിൽ രാജവെമ്പാല എത്തുന്നത് അത്ഭുതമില്ല. പക്ഷേ ഈ കടയിലേക്ക് കച്ചവടം നടക്കുന്ന സമയത്തേക്ക് അവിടേക്ക് എത്തുമ്പോൾ അത് ഗൗരവത്തോടെ കാണേണ്ടതാണ്. വനം വകുപ്പ് ഉടനടി എത്തിയോ രാജവെമ്പാലയെ കൂട്ടിലാക്കിയോ? പ്രതീഷ്, ശബരിമലയിൽ പോയിട്ടുള്ള ആളുകൾക്കറിയാം, പമ്പ ഗണപതി കോവിലും പോലീസ് വനം വകുപ്പ് എയ്ഡ് പോസ്റ്റുകളും പിന്നിട്ടൊരു 50 മീറ്റർ കൂടി പിന്നിട്ടാൽ സാധാരണയിൽ താഴ്ന്ന ഒരു പ്രദേശമാണ് ചെളിക്കുഴി എന്നാണ് അറിയപ്പെടുന്നത്. ഈ ഭാഗത്ത് റോഡിൻ്റെ ഓരത്ത് രണ്ടിടങ്ങളിലും കരിക്ക് കച്ചവടം നടക്കുന്ന ഒരു സ്ഥലം കൂടിയാണ്. അവിടെ ഇന്നലെ രാത്രി 10 മണിയോട് കൂടിയാണ് കരിക്കുകൾക്കിടയിൽ അസാധാരണമായ അനക്കം കേട്ടത്. അങ്ങനെ തൊഴിലാളികൾ ശ്രദ്ധിച്ചപ്പോഴാണ് ഒരു പാമ്പിനെ കാണുന്നത്. പാമ്പിൻ്റെ പൂർണ്ണരൂപം പിന്നീടാണ് മനസ്സിലായത്. തൊട്ടടുത്ത് തന്നെ വനം വകുപ്പിൻ്റെ എയ്ഡ് പോസ്റ്റ് ഉള്ളതിനാൽ തന്നെ വൈകാതെ തന്നെ വിവരം അവരെ അറിയിക്കുകയും അവിടെ നിന്നുള്ള ആളുകൾ എത്തിയപ്പോൾ ഒരുപക്ഷെ മൂർഖൻ പാമ്പാണ് എന്നുള്ള സംശയത്തിലാണ് പാമ്പിനെ തിരഞ്ഞു തുടങ്ങിയത്. പിന്നീട് പാമ്പിനെ പിടിച്ചു കഴിഞ്ഞപ്പോൾ മാത്രമാണ് ഇത് 6 അടിയോളം നീളമുള്ള രാജവെമ്പാലയാണ് എന്ന് മനസ്സിലാക്കുന്നത്. ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരുന്നു. കാരണം ശബരിമല തീർത്ഥാടകർ വലിയ തോതിൽ മല കയറുകയും ദർശനം കഴിഞ്ഞ് തിരികെ ഇറങ്ങുന്ന ആളുകളൊക്കെ തന്നെ ഉള്ള ഒരു സമയത്ത് വളരെ ശ്രദ്ധാപൂർവമായുള്ള നീക്കത്തിലൂടെയാണ് വനംവകുപ്പ് ജീവനക്കാർ രാജവെമ്പാലയെ പിടികൂടിയത്. പിന്നീട് അതിനെ ചാക്കിലാക്കി സുരക്ഷിതമായ സ്ഥലത്തേക്ക് നീക്കുകയും പിന്നീട് രാത്രി തന്നെ വനമേഖലയിൽ സുരക്ഷിതമായ ഏറെ ദൂരത്തേക്ക് കൊണ്ട് വിടുകയും ചെയ്തു എന്നുള്ളതാണ് വനംവകുപ്പ് ജീവനക്കാർ വിശദീകരിക്കുന്നത്. എന്തായാലും വലിയ നീളമുള്ള, കണ്ടാൽ ഭയം ഉളവാക്കുന്ന തരത്തിലുള്ള രാജവെമ്പാലയെ പിടികൂടുകയും വളരെ സുരക്ഷിതമായ തന്നെ സ്ഥലത്ത് തന്നെ നീക്കുകയും ചെയ്തിട്ടുണ്ട്. വനമേഖലയാണ് എന്നതിനാൽ തന്നെ വന്യജീവികളിലും അതോടൊപ്പം തന്നെ ഇഴജന്തുക്കളും ഒക്കെ സാധാരണ ഇറങ്ങുന്ന ഒരു പ്രദേശം കൂടിയാണ് ഈ മേഖല. ഏതാനും ദിവസങ്ങൾക്ക് മുൻപ് വൈകുന്നേരം ഈ മേഖലയിൽ പുലിയും വന്നിരുന്നു. ശരി, സി കെ അഭിലാലാണ് വിവരം നൽകിയത്. നീലിമല അടിവാരത്ത് നിന്നാണ് രാജവെമ്പാലയെ പിടികൂടിയത്. ഇവിടെ